പൊന്നാനിക്കാരുടെ അപ്പായിട്ടുള്ള മുട്ടപ്പത്തിരി കഴിക്കാൻ വേണ്ടി വന്നിക്കാണ്. പൊന്നാനിക്കാരായിട്ടുള്ള ഫാമിലി നമ്മൾ ക്ഷണിച്ചതാണ്. വാ കാണിച്ചുതരാം. നമ്മളെ വിളിച്ചത് ഫാറൂഖ. ഇവരൊക്കെ വിളിച്ചു വരുത്തിയ എന്തിനാന്ന് വെച്ചാലേ പൊന്നാനിക്കാരൻ ബ്ലോഗറുണ്ട് നമ്മളെ നാട്ടുകാരൻ. അവര് നമ്മളെ പൊന്നാനിക്കാർ ഇക്ബാല് സക്കീർ ഒക്കെ കൂടി വന്നിട്ട് എല്ലാവർക്കും മുട്ടപ്പത്തിരി തിന്നാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. പൊന്നാനിക്കാരെ എപ്പൊ എവിടെ കൂടുതലുണ്ടെങ്കിലും നമ്മൾ ആദ്യം ചോദിക്കല് മുട്ടപ്പത്തിരി കിട്ടുമോ എന്നാണ്. അപ്പൊ അത് തീർക്കാൻ വേണ്ടി വൈഫ് കൂടെ വന്നപ്പോ ഒന്നൊരു ചെറിയ സൽക്കാരം ഇവരെ വെച്ചിട്ട്. നാട്ടിലത്തെ പോലത്തെ പപ്പടം ഇല്ലാത്ത കാരനെ ശരിയാവും എന്താന്നുള്ള ഉറപ്പില്ല. മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ പൊന്നാനിക്കാർക്ക് ഒരു വികാരമാണ്. അത് കഴിക്കാൻ വേണ്ടി കാത്തിക്കുന്ന സക്കീർ ബായും ഇക്ബാലും. ഫാറൂഖ് ബായുടെ പ്രിയ പത്നിയും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മുട്ടപ്പത്തിരിയും ബീഫും. ബീഫ് കറി കൂട്ടി മുട്ടപ്പത്തിരി കഴിക്കാൻ പ്രത്യേക രസമാണ്. ഇക്ബാലിന്റെ സക്കീർ ബായിന്റെ ഒക്കെ സന്തോഷം കണ്ട ഒന്നും നോക്കിയില്ല, ഞാനും അറ്റാക്ക് തുടങ്ങി. ഫാറൂഖ് ബായുടെ വൈഫിന് ശരിയാവോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. മാഷാ അല്ലാ സൂപ്പറാ. കരാട്ട മാസ്റ്റർ ഫാറൂഖാക്ക മുട്ടപ്പത്തിരി തിന്നണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലോഗർ പൊന്നാനിക്കാരനെ വിളിച്ചപ്പോൾ പൊന്നാനിക്കാരനും ഞാനും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. മുട്ടപ്പത്തിരി സൂപ്പർ. പൊന്നാനിയുടെ അപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി തന്ന അപ്പത്തിന്റെ ഗുണനിലവാരം ഉണ്ടോ എന്നാണ് ഇപ്പൊ എനിക്കറിയാം. ഫാറൂഖ് ബായോടും വൈഫിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്നാ ശരി പൊന്നാനിക്കാരെ.